നമസ്കാരം, ഞാൻ ഷീജ നെയ്യാക്കൽ. നമുക്കിന്നൊരു നാടൻ മരം വെട്ടാം. ഈ റബ്ബറിൻ്റെ അരി വീണ് കിളിച്ച ഒരു മരമാണ്. നല്ല പാലുള്ള മരമാണ്. അന്നേരം നാടൻ മരത്തിനൊക്കെ നല്ല പാലുണ്ട്. ആദ്യം പിൻകാന കുത്താം, പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചീകി എടുക്കാം. നമുക്ക് നല്ല പാലുള്ളൊരു മരമാണിത്. ഈ എന്ന് പറയുന്നത് ഏറ്റവും നല്ല മരം നാടൻ മരം തന്നെയാണ്. ഇത് അരി വീണ് കിളിച്ചൊരു മരമാണ്. ഉണ്ട്, നല്ല പാലുള്ളൊരു മരമാണ്. അരി വീണ് കിളിച്ചൊരു മരമാണിത്. ഇത് നാടൻ മരത്തിൽ നല്ല പാലുള്ള മരം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല മരം. കുറേ കാലം നമുക്ക് വെട്ടാൻ പറ്റും. ഒരു 10-80 വർഷത്തോളം വെട്ടാവുന്നൊരു മരമാണ് ഈ നാടൻ മരം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു നാടൻ മരം വെട്ടാം. ഇതുപോലൊരു 10-50 മരത്തോളം ഉണ്ട്. ഇങ്ങനെ അരി വീണ് കിളിച്ച മരമാണ്. ഞങ്ങളത് വെട്ടിക്കളഞ്ഞൊന്നുമില്ല. അതിനൊക്കെ നല്ല പാലുള്ള മരമാണ്. ഈ നാടൻ മരത്തിനെന്ന് പറയുന്നത് ഇത് പട്ടമരപ്പ് വളരെ കുറവാണ്. നമ്മൾ കുറേ കാലം വെട്ടാനും പറ്റുന്നൊരു മരമാണ് പട്ടമരം. നാടൻ മരം എന്ന് പറയുന്നത് നല്ല ഓരോ ചട്ട പാല് വീതം കാണുകയും ചെയ്യും. പട്ടമരപ്പും കുറവാണ്. എല്ലാവരും ആണെങ്കിൽ ഇങ്ങനെ അരി വീണ് കിളിച്ച മരങ്ങളൊക്കെ കാട്ടുമരമ്പോൾ നിൽക്കുന്നതെല്ലാം വെട്ടി ദൂരെ കളയും. ഇത് ഞങ്ങൾ വെട്ടി കളഞ്ഞൊന്നുമില്ല. നമുക്ക് അടുത്ത ഒരു നാടൻ മരം വെട്ടാം. ചുവട്ടിലെ മരമാണ്. വണ്ണമൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ താത്താണ്. ചില മരങ്ങളൊക്കെ നല്ല കനത്തി പോവും. ചില മരങ്ങളൊക്കെ ആണെങ്കിൽ വണ്ണം കുറഞ്ഞാണെങ്കിലും പാലിന് കുറവൊന്നുമില്ല. നല്ല പാല് കാണും. നമ്മൾ നാടൻ മരത്തിന് വലിയ സൂക്ഷ്മതയും മറ്റു മരം പോലെ നമ്മളിതിന് വലിയ സൂക്ഷ്മതയും കൊടുക്കുന്നില്ല, പരിചരണമൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇത് നല്ല പാലാണ്. പട്ടമരപ്പും കുറവാണ്. നമുക്ക് അടുത്തൊരു ബഡ്മരം വെട്ടാം. 105 മരം ഇതൊക്കെ. നമുക്കൊരു വളമുള്ള മരം എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം. ആദ്യം പിരികാന ഊറ്റണം. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചീകിടണം. വളമുള്ള ഭാഗം വരുമ്പോൾ നമ്മൾ ചെത്തി പുറത്തോട്ട് എടുക്കണം. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം. നന്ദി, നമസ്കാരം.